നിങ്ങളിപ്പോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണ്. ചില കുട്ടികൾ നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് ആ വസ്തു ചോദിക്കൂല. പക്ഷെ ചില കുട്ടികൾ അവർ ആവശ്യപ്പെടുന്ന ആ വസ്തു കിട്ടുന്നത് വരെ ദേഷ്യം കാണിച്ചും വാശി കാണിച്ചും തുടർച്ചയായി നിങ്ങളോട് ആവശ്യപ്പെട്ടും നിങ്ങൾ പിറകെ നിങ്ങളെ ശല്യം ചെയ്യാറുണ്ട്. അങ്ങനെ കാണിക്കുന്ന ആ സ്വഭാവത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെസ്റ്ററിങ് എന്നുള്ളത്. ഒരു കുട്ടി ഇങ്ങനെ പെസ്റ്ററിങ് കാണിക്കുന്ന സമയത്ത് അതിനോട് നോ പറയാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും എസ് പറയാ എന്നുള്ളത് അല്ല ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ പെസ്റ്ററിങ് കാണിക്കുന്ന കുട്ടിക്ക് എല്ലാ സമയത്തും നിങ്ങൾ അത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു സെൽഫ് കൺട്രോൾ ആണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒന്നാണ് ഒരു സെൻസ് ഓഫ് എന്റൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള ആളുകൾ എന്തൊക്കെ വന്നാലും എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിർബന്ധിതരാണ് എന്നുള്ള ആ ഒരു സെൻസ് ഓഫ് എന്റർടൈൻമെന്റ് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ അതിലൂടെ കുട്ടിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ എസ് പറയേണ്ട ഒന്നല്ല ഈ പെസ്റ്ററിങ് എന്നുള്ളത്. ഇങ്ങനെ തുടർച്ചയായി പെസ്റ്ററിങ് കാണിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പ്രോപ്പറായി ലിമിറ്റ് സെറ്റ് ചെയ്ത് അവരോട് കാര്യം പറയാനുള്ളതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ആദ്യമേ കാര്യം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് എന്തിനാണ് പോകുന്നത്, അവിടെ പല വസ്തുക്കളും കാണും, എല്ലാത്തിനും കരയരുത്. അങ്ങനെ കരഞ്ഞ് വാശി കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ പ്ലാനും കട്ട് ചെയ്യുമെന്നുള്ളത് ആദ്യമേ പറഞ്ഞ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ഒരു ലിമിറ്റ് ആദ്യം സെറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് അവർക്ക് ഓഫർ ചെയ്യാം. ഉദാഹരണത്തിന് ചിലപ്പോൾ കുഞ്ഞ് പെസ്റ്ററിങ് കാണിക്കുന്നത് റിയലി അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡിന് വേണ്ടിയാവാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് നിങ്ങൾ ഓഫർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കുട്ടി പെസ്റ്ററിങ് കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് അവരെ കൊണ്ട് ഒരു പാർക്ക് പോകുന്നോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെഷർ ആക്ടിവിറ്റി നിങ്ങൾ അവർക്ക് ഓഫർ ചെയ്യാം. അങ്ങനെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ് കൊടുക്കലാണ് രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി, കുഞ്ഞുങ്ങൾ പെസ്റ്ററിങ് കാണിക്കാതിരിക്കുന്ന സമയത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പൊ അങ്ങനെ ചെറിയ സ്റ്റെപ്പിലൂടെ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ പെസ്റ്ററിങ്. ഇതിനൊന്നും അർത്ഥം എന്തല്ല, നിങ്ങളെ കുഞ്ഞ് ഒക്കേഷനിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കരുതെന്നല്ല, മറിച്ച് അത് പെസ്റ്ററിങ് ലെവലിലോട്ട് നിങ്ങളെ കുട്ടി എപ്പോഴൊക്കെ കാണിക്കുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.